അങ്ങനെ 7 ദിവസത്തെ അവധിക്ക് ശേഷം ഞാൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് പോകുന്നത് തിരിച്ച് UK-യിലേക്കല്ല, നമ്മുടെ കുഞ്ഞുമണിയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ദുബായിലേക്കാണ്. ഫ്ലൈറ്റ് രാവിലെ 4 മണിക്ക് ആയതുകൊണ്ട് തന്നെ അർദ്ധരാത്രി 1 മണിക്ക് എയർപോർട്ടിൽ എത്തേണ്ട വന്നു. ഞാൻ ഇത്തവണ പോകുന്നത് എമിറേറ്റ്സിലാണ്. ഉള്ളത് പറയാലോ, ഞാൻ ഇന്നേ വരെ ഫ്ലൈ ചെയ്തതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എയർലൈൻസ് തന്നെയാണ് എമിറേറ്റ്സ്. പതിവ് സേഫ്റ്റി വീഡിയോയും കണ്ട് ഫ്ലൈറ്റ് പയ്യെ ടേക്ക് ഓഫ് ചെയ്തതിനു ശേഷം ദാ വരുന്നടാ നമ്മുടെ ചേച്ചി ബ്രേക്ക്ഫാസ്റ്റ് മെനു ആയിട്ട്. മെനു പിന്നെ 2 ഓപ്ഷൻസ് ആയിരുന്നു, വെജും നോൺ വെജും. പക്ഷെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെനു ഇംഗ്ലീഷിലും മലയാളത്തിലും അറബിയിലും ഉണ്ടായിരുന്നു. പിന്നൊന്നും നോക്കിയില്ല, അതിൽ കണ്ട മുട്ട കൊത്തിപ്പൊരിച്ചത് അഥവാ സ്ക്രാമ്പിൾഡ് എഗ് റോസ്റ്റ് അതങ്ങ് വാങ്ങി. അതിൻ്റെ കൂടെ ക്യാരറ്റ് പായസവും യോഗട്ടും പിന്നെ ഒരു കേക്കും ഒക്കെ ഉണ്ടായിരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കേക്ക്. ഫുഡൊക്കെ എമിറേറ്റ്സ് ഫ്ലൈറ്റ് പോലെ തന്നെ അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് 4 മണിക്കൂറിന് ശേഷം ഞാൻ ദുബായിലേക്ക് ലാൻഡ് ചെയ്യാണ്. ഞാൻ ആദ്യമായിട്ട് ദുബായിലോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറേ നാൾക്ക് ശേഷം കുഞ്ഞുമണിയെ കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ആദ്യമായിട്ട് ദുബായി പോണതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടെ മിക്സായി ഒരു പ്രത്യേക ഫീലിംഗ് ആയിരുന്നു എനിക്ക് ആ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത സമയത്ത്. അതെങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് ഞാൻ എൻ്റെ ബാഗ് എടുത്ത് എയർപോർട്ടിലോട്ട് കയറി. ഞാനിപ്പോൾ ഇറങ്ങിയ ഗേറ്റിൽ നിന്ന് ഇമിഗ്രേഷനിലോട്ട് പോകാൻ തന്നെ ഒരുപാട് ദൂരമുണ്ട്. അങ്ങനെ എല്ലാ സ്ഥലവും വായി നോക്കി പയ്യെ പയ്യെ നടന്നുകൊണ്ട് പൊക്കോണ്ടിരിക്കുകയാണ്. കാരണം എന്നെ പിക്ക് ചെയ്യാൻ വരുന്ന ആൾക്കാർ വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഞാൻ 1 മാസത്തെ വിസിറ്റിംഗ് എടുത്ത ദുബായിലോട്ട് വന്നത്. അതുകൊണ്ട് ഓൾറെഡി എൻ്റെ പാസ്പോർട്ട് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ഡീറ്റെയിൽസ് അവിടെ വരും. അങ്ങനെ പാസ്പോർട്ട് സ്കാൻ ചെയ്ത് എൻ്റെ പാസ്പോർട്ടിൽ അവരുടെ സ്റ്റാമ്പ് അടിച്ച് വിസിറ്റിംഗ് വരുന്നവർക്ക് തരാനുള്ള ഒരു സിമ്മും തന്ന് എന്നെ അവർ കയറ്റി വിട്ടു. പാസ്പോർട്ട് പുതിയ രാജ്യത്തിൻ്റെ സീലടിച്ചതിൻ്റെ സന്തോഷത്തിൽ ഞാനും നടന്നു. ഭാഷ പോലും അറിയാത്തൊരു അന്യനാട്ടിൽ എന്നെ ഇട്ട് കറക്കാനായിട്ട് സമയത്ത് പോലും വരാത്ത ആൾക്കാരൊക്കെ ഇട്ട് ചെറിയൊരു തട്ട് കൊടുക്കാമെന്നും പറഞ്ഞ് ഞാൻ എൻ്റെ ബാഗേജും എടുത്ത് മാറിയൊരു സൈഡിലോട്ട് നിൽക്കാമെന്ന് വിചാരിച്ച്. എൻ്റെ വരവെടുക്കാനായിട്ട് ക്യാമറ ഓൺ ചെയ്തിരിക്കുന്ന എൻ്റെ ഭാര്യയാണ് കാണുന്നത്. അവൾ പോലും അറിയുന്നില്ല അവളെ തൊട്ട് പിറകെ ഞാൻ ഉണ്ടെന്നുള്ള കാര്യം. എന്തോന്നായാലും എന്നെ ആദ്യം കണ്ടത് ചീരു തന്നെയാണ്. ചീരു കല്യാണത്തിന് ശേഷം എന്നെ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ചീരുവിൻ്റെ എക്സ്പ്രഷൻ കണ്ടെങ്കിൽ എൻ്റെ ഭാര്യ എന്നെ കണ്ടു. അങ്ങനെ നീണ്ട 2 മാസത്തിന് ശേഷം ഞാൻ എൻ്റെ കുഞ്ഞുമണിയെ കാണാണ്. എനിക്ക് ഈ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതാണ്. ഇനിയുള്ള 14 ദിവസം എനിക്ക് എൻ്റെ കുഞ്ഞുമണിയിലൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ള സന്തോഷത്തിൽ ഞാൻ കൊണ്ടുവന്ന കളിപ്പാട്ടം കിട്ടുന്ന സന്തോഷത്തിൽ ചീരുവും പിന്നെ എന്നെ കണ്ട സന്തോഷത്തിൽ കുഞ്ഞുമണിയായിട്ട് നമ്മൾ പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ദുബായിലോട്ട് വരാൻ അവസരം ഉണ്ടാക്കി തന്ന എൻ്റെ സ്വന്തം ഭാര്യയ്ക്ക് നന്ദി അറിയിക്കുന്നു. പിന്നെ ഇനിയാണ് നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷനും ബാക്കി കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ള അടുത്തടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ.